റോ ബനാന വരട്ടിയത്. പ്രോൺസ് റോ ബനാന വരട്ടിയത് അതാണ് ആദ്യം ഉണ്ടാക്കുന്നത്. അതിനുവേണ്ടി എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ ഫസ്റ്റ് നമ്മൾ ചട്ടിയിലാണ്, കേരള സ്റ്റൈൽ നമ്മൾ മൺചട്ടിയിലാണ് കുക്ക് ചെയ്യുന്നത്. അതിനകത്ത് നമ്മൾ കോക്കനട്ട് ഓയിൽ ഇടും, ഒഴിക്കും. അതിനുശേഷം നമ്മൾ ജിഞ്ചർ, ഗാർലിക് ഇതെല്ലാം സോട്ട് ചെയ്യും. പിന്നെ നമ്മൾ മാരിനേറ്റ് ചെയ്യും. ഷ്രിംസ് മാരിനേറ്റ് ചെയ്തിട്ട് ടർമറിക്, ചില്ലി പൗഡർ, സോൾട്ട്, ലൈം ജ്യൂസ് വെച്ച് മാരിനേറ്റ് ചെയ്ത ഷ്രിംസ് എടുത്ത് അതിനകത്ത് കുക്ക് ചെയ്യും. പിന്നെ നമ്മൾ ബോയിൽ ചെയ്ത റോ ബനാനയാണത്. അത് നമ്മൾ അതിനകത്ത് മിക്സ് ചെയ്ത് ഫിനിഷ് ചെയ്യും. അപ്പോൾ ആദ്യം ചട്ടി നമുക്ക് മൺചട്ടി ആയതുകൊണ്ട് കുറച്ച് സമയം എടുക്കും ചൂടായിട്ട് വരുന്നത്. എത്ര എണ്ണയാണ് ഇതിലേക്ക് നമുക്ക് ആവശ്യം? ഒരു 40 ml 40 ml എണ്ണ. പിന്നെ നമുക്ക് ഈ ഒരു ഇതിന്റെ ടേസ്റ്റിന്റെ കാര്യം പ്രത്യേകിച്ച് നേരത്തെ സംസാരിച്ചപ്പോഴും പറഞ്ഞു ഈ ഒരു ഐറ്റത്തിന് ഭയങ്കര ടേസ്റ്റ് ആണെന്നുള്ളത്. കാരണം നാടൻ രീതികളിൽ വെച്ച് കിട്ടുന്നതിൽ വെച്ച് ഏറ്റവും നല്ല സ്വാതേറിയ ഒന്നാണെന്നുള്ളത്. എന്താണ് ഇത്രയും ടേസ്റ്റ് വരാനുള്ള കാരണം? ഇത് രണ്ടും കൂടി മിക്സ് ചെയ്യുന്നതുകൊണ്ടാണോ? ഫ്രഷ് മെയിൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഷ്രിംസ്, ഫ്രഷ് ഷ്രിംസ് റോ ബനാന മിക്സ് ചെയ്ത് കഴിയുമ്പോൾ ആ ഒരു കോമ്പിനേഷൻ അത് നമുക്ക് വളരെ നല്ലൊരു ടേസ്റ്റ് ആണ്. അത് ഒരു കോമ്പിനേഷൻ. എണ്ണ ഒഴിക്കാനുള്ള സമയമാണ്. ഒരു 3 ടീസ്പൂൺ എണ്ണ ഒഴിച്ചു. ഇതിൽ എത്ര പ്രോൺസ്? ഇതൊരു 100 ഗ്രാം. 100 ഗ്രാം. ഓക്കെ. 100 ഗ്രാം പ്രോൺസ് ആണ് ഇപ്പൊ എടുത്തിട്ടുള്ളത്. 100 ഗ്രാം പ്രോൺസ് ഉണ്ടാക്കുന്ന വേണ്ടി നമ്മൾ ചട്ടി ആദ്യം വെച്ചു. ചട്ടി ഒന്ന് ചൂടായ ശേഷം എണ്ണ ഒഴിച്ചു. 3 ടീസ്പൂൺ എണ്ണയാണ് ഒഴിച്ചു കൊടുത്തത്. നമ്മൾ പ്രോൺസ് വേറൊരു പ്ലേറ്റിലാക്കിയ ശേഷം നമ്മൾ ചില്ലി പൗഡർ, ഓക്കെ, മുളക് പൊടി ഇടുകയാണ്. ഒരു 3/4 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തു. ടർമറിക് പൗഡർ, ഓക്കെ, മഞ്ഞപ്പൊടി വളരെ വെരി ലിറ്റിൽ, ഓക്കെ, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്തു. പിന്നെ സോൾട്ട്, ഉപ്പ് ആവശ്യത്തിന്. പിന്നെ നമുക്ക് ജസ്റ്റ് പുളിക്ക് വേണ്ടി നമ്മൾ നാരങ്ങ, ഓക്കെ, നല്ലപോലെ മിക്സ് ചെയ്യാം. അപ്പോൾ ഈ പ്രോൺസ് കറിക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങൾ ഇത്ര മാത്രമേ ഉള്ളൂ. കാരണം നമ്മൾ പ്രോൺസ് എടുത്ത് ഒരു പ്രത്യേകമായ പാത്രത്തിലേക്ക് ഇട്ടു. പാത്രം എടുത്തതിന് ശേഷം നമ്മൾ അതിലേക്ക് മുളക് പൊടി ഒരു 3/4 ടീസ്പൂൺ, 1/4 ടീസ്പൂൺ മഞ്ഞപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ കുറച്ച് നാരങ്ങ കൂടി നമ്മൾ ഇതിനു വേണ്ടി ചേർത്തല്ലേ. ഈ നാരങ്ങ ചേർക്കുന്നത് നമ്മൾ ഏത് സീ ഫുഡുകളും അല്ല ഉപയോഗിക്കുമ്പോഴും ലൈം ഒരു സോർ ടേസ്റ്റ് നന്നായിരിക്കും. എണ്ണ ചൂടായി കഴിഞ്ഞു നമ്മൾ എന്താണ് ചെയ്യുന്നത്? നമ്മൾ ഗ്രീൻ ചില്ലി ഇടുന്നു. ഓക്കെ, എണ്ണ ചൂടായി കഴിഞ്ഞപ്പോൾ തന്നെ ഗ്രീൻ ചില്ലി അതിലേക്ക് ഇട്ടു. ജിഞ്ചർ, ഇഞ്ചി ചതച്ചത് അതിലേക്ക് ഇടുന്നുണ്ട്. ചെറിയ ഉള്ളി, ഓക്കെ, ചെറിയ ഉള്ളി ആണ് അതിന് ചെറുതായിട്ട് അരിഞ്ഞത്. ചെറിയ ഉള്ളി തന്നെ ചെറുതായിട്ട് അരിഞ്ഞതാണ് നമ്മളിട്ടത്. ആദ്യം നമ്മള് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, വളരെ ചെറുതായിട്ടാണ് ഇവിടെ അരിഞ്ഞിരിക്കുന്നത്. അതിനുശേഷം ഇഞ്ചിയും അതുപോലെ തന്നെ നമ്മൾ കട്ട് ചെയ്തെടുത്തതിന് ശേഷം അതിന്റെ തൊലി കളഞ്ഞതിന് ശേഷം വളരെ ചെറുതായിട്ട് അരിഞ്ഞു. അതിനുശേഷം ചെറിയ ഉള്ളിയും ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് അതിലേക്ക് ഇട്ടിട്ട് നല്ലതുപോലെ വഴറ്റിയെടുക്കണം. ഇത് 100 ഗ്രാം പ്രോൺസിന് വേണ്ടിയാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. കാരണം ആദ്യത്തെ സ്റ്റെപ്പ് നിങ്ങൾ കണ്ടു കഴിഞ്ഞു. പ്ലേറ്റിലേക്ക് ഇട്ടു, ദെൻ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് അതിട്ട് ഒന്ന് മിക്സ് ചെയ്ത് എടുത്തതിന് ശേഷം നമ്മൾ കുറച്ച് ലൈം ഒഴിച്ച് അതിനെ ഒന്ന് റെഡിയാക്കി ഇവിടെ വെച്ചിട്ടുണ്ട്. പ്രോൺസ് ഇവിടെ വെച്ചിട്ടുണ്ട്. ഒപ്പം ഇവിടെ ചെറിയ മുളക് അരിഞ്ഞതും അതുപോലെ തന്നെ കൊച്ചുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും ഇട്ട് നമ്മുടെ എണ്ണ ഒന്ന് ചൂടായപ്പോൾ നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. നമ്മൾ 3 ടീസ്പൂൺ എണ്ണയാണ് ഇതിലേക്ക് വേണ്ടി ഒഴിച്ചത് അല്ലേ. ഏകദേശം വഴണ്ട് വന്നു തോന്നുന്നു. നമ്മുടെ പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും കൊച്ചുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും നമ്മൾ 3 ടീസ്പൂൺ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തപ്പോൾ അത് നല്ല രീതിയിലൊന്ന് വഴണ്ട് വന്നു. കളർ മാറുന്നു, കുറച്ചുകൂടെ കളർ മാറാനുണ്ട്. ഒരു ലൈറ്റ് ബ്രൗൺ കളറിലോട്ട് മാറേണ്ടതുണ്ട്. ഓക്കെ, ഇത് കുറച്ച് കറിവേപ്പില, ഓക്കെ, സ്വല്പം. 100 ഗ്രാം ഉണ്ടാക്കുന്നതുകൊണ്ടാണ് വളരെ കുറച്ച് മാത്രമേ ചേർക്കുന്നുള്ളൂ എല്ലാ കാര്യങ്ങളും. ഈ അമിതമായാൽ വിഷമാണെന്നെല്ലാം പറയുന്നത് പോലെ തന്നെ, കാരണം അതിന്റെ ടേസ്റ്റ് പോകും അല്ലേ. അതുകൊണ്ട് കുറച്ച് നമ്മൾ 100 ഗ്രാം ഇതുണ്ടാക്കുന്നതുകൊണ്ട്, പ്രോൺസ് ഉണ്ടാക്കുന്നതുകൊണ്ട് മാത്രമാണ് എല്ലാം കുറച്ച്. ഇപ്പൊ കുറച്ച് കരിവേപ്പിലയും അതിലൂടെ ഇട്ട് കൊടുത്തു. ഫ്ലെയിം ഒന്ന് റെഡ്യൂസ് ചെയ്തതിന് ശേഷം
മസാല ഇടുന്നതിന് മുമ്പ് തീ ഒന്ന് കുറച്ച് വെക്കുക. ഒരുവിധം ലൈറ്റ് ബ്രൗൺ കളർ ആയതിനു ശേഷമാണ് മസാല ഇടുന്നത്. നമ്മൾ ആദ്യം കുറച്ച് ടർമറിക് പൗഡർ, മഞ്ഞപ്പൊടി ഇടുന്നുണ്ട്. വളരെ കുറച്ച് മഞ്ഞപ്പൊടിയാണ് ഇടുന്നത്, ഒരു 1/4 ടീസ്പൂൺ. മുളക് പൊടി മുളക് പൊടി 1 ടീസ്പൂൺ. നമ്മൾ ഇതിനകത്ത് മല്ലിപ്പൊടിയാണ് കുറച്ച് അധികം ഉപയോഗിക്കുന്നത്, ഒരു 1.5 സ്പൂൺ വരെ നമുക്ക് ഇതിനകത്ത്. 1.5 സ്പൂൺ മല്ലിപ്പൊടി. തീ നമ്മളൊന്ന് കൂട്ടിയതിന് ശേഷം നല്ലപോലെ വീണ്ടും ഒന്ന് ഇളക്കി എടുക്കുക. മസാല ഇടുന്ന കാര്യത്തിൽ ഡൗട്ട് ഒന്നും വേണ്ട. ആദ്യം നമ്മൾ ഇട്ടതെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ പ്രോൺസിനോട് ചേർത്തത് 1/4 ടീസ്പൂൺ മഞ്ഞപ്പൊടിയും അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ മുളക് പൊടിയും ആണ് ചേർത്തതെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ ഇവിടേക്ക് വന്നിട്ട് ചേർത്തത് 1.5 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് നമ്മൾ 1.5 ടീസ്പൂൺ ചേർത്തത്. ഒപ്പം ഒരു